ഇറാനിലെ ചില പ്രധാനപ്പെട്ട ഷിറാസിനടുത്തുള്ള പ്രധാനപ്പെട്ട ചില പ്രദേശങ്ങളെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. കാസറൂൻ എന്ന് പറയുന്ന ഒരു നാടുണ്ട്, തുറമുഖ നഗരമാണ്. ഈ കാസറൂൻ എന്ന് പറയുന്ന നാടും ഇന്ത്യയും പ്രത്യേകിച്ച് കേരളവുമായി ഉണ്ടായിരുന്ന ബന്ധങ്ങളെ കുറിച്ച് ഇറാനിന്റെ ചരിത്രം, പഴയ പേർഷ്യയുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയും. എത്രയെത്രയോ സാന്നിധ്യങ്ങൾക്ക് ജന്മം കൊടുത്ത നാടാണ് ഇറാൻ. അവരൊക്കെ സുന്നികളായിരുന്നു. ഇമാം ഗസാലി അദ്ദേഹം ഇറാനിയായിരുന്നു. ഇമാം ഫഖറുദ്ദീൻ റാസി, അതുപോലെ സൂഫിവര്യന്മാരായിരുന്ന ജലാലുദ്ദീൻ റൂമി, മൊയ്നുദ്ദീൻ ചിശ്തി, ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി, ഫരീദ് ഔലിയ, ഇമാമുദ്ദീൻ ഔലിയ, ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഇവരുടെയൊക്കെ ജന്മമോ ഇവരുടെയൊക്കെ വംശമോ ഇറാനാണ്. ഇറാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളകേണ്ട കാര്യമില്ല. ഈ സ്വാത്വികരായ ഔലിയാക്കന്മാരും സ്വാധീനങ്ങളൊക്കെ ജന്മം കൊണ്ട അവരുടെ ദേശമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇന്ത്യ ഭരിച്ച മുഗൾ ചക്രവർത്തിമാരിൽ പലരും അവിടെ നിന്ന് കടന്നു വന്ന ആളുകളാണ്. ഇന്ത്യയും ഇറാനുമായിട്ടുണ്ടായിരുന്ന പഴയകാല ബന്ധം AD 636 മുതൽ 636, 637 കാലം മുതൽ ബോംബെക്കടുത്തുള്ള സഞ്ചാരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇറാനികൾ കടന്നു വന്നിട്ടുണ്ട്. ഗുജറാത്ത് തീരത്തെത്തി കേരളത്തിലേക്ക് ഇറാനികൾ വന്നിട്ടുണ്ട്. ഇബ്നു ബത്തൂത്ത തന്റെ രഹിലയിൽ കോഴിക്കോട് താൻ ഒരു ഇറാനി പഴയ പാരിസിക്കാരനെ കണ്ടുപൊട്ടിയ ചരിത്രം അദ്ദേഹം എഴുതുന്നുണ്ട്. അതുകൊണ്ട് ഇറാൻ എന്ന് പറയുന്നത് ഇന്ത്യയുമായി വലിയ ബന്ധമുള്ള, വ്യാപാര ബന്ധമുള്ള, വലിയ ബന്ധമുള്ള ഒരു നാടാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇന്ത്യക്ക് ഒരിക്കലും ഇറാനെ മാറ്റി നിർത്താൻ കഴിയില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നവിടെ ഷിയ ഭരണകൂടമാണെങ്കിൽ പോലും ഒരുപാട് സ്വാലിഹ്യങ്ങളായ മനുഷ്യന്മാർ ജീവിച്ചിരുന്ന അവരുടെ പ്രബോധന കേന്ദ്രമാണ് ഇറാൻ എന്ന് പറയുന്നത്. ആ നാടിന്റെ പേര് തന്നെ ഇറാൻ. ഇത് പഴയ പാരിസി ഭാഷയാണത്. 935 ഈ ഇറാൻ എന്ന പേര് സ്വീകരിക്കുന്നത്. ആ നാടിന്റെ പേരിന്റെ അർത്ഥം തന്നെ ആര്യന്മാരുടെ നാട് എന്നാണ്. ഇറാൻ എന്ന് പറഞ്ഞാൽ ആര്യന്മാരുടെ നാടാണ്. ആര്യന്മാർ എന്ന് പറഞ്ഞാൽ മഹത്വമുള്ള മനുഷ്യർ എന്നാണ് അതിന് പാരിസിയിൽ അർത്ഥം. മഹത്വമുള്ള മനുഷ്യർ. തിരിച്ച് ഇവരുടെ ശത്രുക്കളായ അമേരിക്ക എന്നുള്ള പേര് പോലും ദേശീയമല്ല. അമേരിക്ക എന്ന് പറയുന്ന പേര് ദേശീയമല്ല. 1942 കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നത്. സത്യത്തിൽ അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് പോലുമല്ല. കൊളംബസ് അമേരിക്ക കണ്ടെത്തിയപ്പോൾ അത് ഇന്ത്യയാണെന്ന് മനസ്സിലാക്കിയെന്നാണ്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഒരു ഇറ്റാലിയൻ നാവികനാണ് സത്യത്തിൽ അമേരിക്ക ഭൂഖണ്ഡത്തെ യഥാർത്ഥത്തിൽ കണ്ടെത്തുന്നത്. ആ കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് അമേരിക്ക എന്നുള്ളത്. അമേരിക്ക കണ്ടെത്തിയ ഇറ്റാലിയൻ നാവികന്റെ പേരാണ്.